ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ. യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതസ്ഥമഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. ലോകത്ത് പർവ്വതങ്ങളും സമുദ്രവും ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം രാമായണ കഥ ലോകത്ത് പ്രചരിക്കും എന്ന ബ്രഹ്മദേവന്റെ അനുഗ്രഹം സാർത്ഥകമാക്കിക്കൊണ്ട് യുഗങ്ങൾക്കിപ്പുറത്തും കാലദേശ പരിധികൾക്ക് അതീതമായി രാമായണം പ്രചരിക്കുകയാണ്. രാമായണത്തെ ഈ വൈശിഷ്ട്യത്തിന് അർഹമാക്കത്തക്ക വിധത്തിൽ കാലാതിവർത്തിയായ ഉള്ളടക്കമാണ് രാമായണ കാവ്യത്തിലുള്ളത്. രാമനാമത്തിന്റെ വൈശിഷ്ട്യമാണ് ഈ കൃതി രചിക്കാൻ വാൽമീകി മഹർഷിയെ പ്രാപ്തനാക്കിയത് എന്ന് വാൽമീകി തന്നെ നമ്മോട് വ്യക്തമാക്കുന്നുണ്ട്. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിതു. കാട്ടാളത്വത്തിൽ നിന്ന് കവിത്വത്തിലേക്ക് ഒരാളെ ഉയർത്താൻ ഉള്ള വൈശിഷ്ട്യമാണ് രാമനാമത്തിനുള്ളത്. രാമനാമോച്ചാരണം മാത്രത്താലാണ് വാൽമീകി മഹർഷിയായി പരിണമിക്കാൻ രത്നാകരൻ എന്ന കാട്ടാളന് സാധിച്ചത്. വൽമീകം എന്നാൽ ചിതൽപുറ്റിൽ നിന്ന് പുനരാവിർഭവിച്ചുകൊണ്ട് വാൽമീകി എന്ന നാമധേയത്തോടു കൂടി അദ്ദേഹം ലോകത്ത് കീർത്തി കേട്ട ആളായി മാറി. രാമ എന്നീ രണ്ടക്ഷരങ്ങളുടെ വൈശിഷ്ട്യമാണ്. എന്താണ് ആ അക്ഷരങ്ങളുടെ വൈശിഷ്ട്യം? രമന്തേ യോഗിനോ യസ്മിൻ നിത്യാനന്ദേ ചിദാത്മനി ഇതി രാമപദേനൈതത് പരം ബ്രഹ്മാഭിധീയതേ. പരബ്രഹ്മത്തിന്റെ നാമം തന്നെയാണ് രാമനാമം എന്ന് പറയുന്നു. രമന്തേ യോഗിനോ യസ്മിൻ, യോഗികൾ യാതൊന്നിലാണ് ഒരുമിക്കുന്നത്. നിത്യാനന്ദേ ചിദാത്മനി, ആ നിത്യാനന്ദം, ആ പരമമായ ആനന്ദമായിട്ടുള്ള പരബ്രഹ്മം തന്നെയാണ് രാമനാമം കൊണ്ട് പ്രകീർത്തിക്കപ്പെടുന്നത്. എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം കൊണ്ട് തന്നെ പാപങ്ങളെല്ലാം പോകുന്നു എന്നാണ് പറയുക. നമ്മളിലുള്ള സകല പാപങ്ങളും പുറത്തേക്ക് ബഹിർഗമിക്കുകയാണ് എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം ഒന്നുകൊണ്ട് മാത്രം. ബഹിർഗമിച്ച പാപങ്ങൾ പുനഃപ്രവേശിക്കാതിരിക്കാൻ ആ പാപങ്ങളുടെ പുനഃപ്രവേശന സാധ്യതയെ നിരോധിക്കുകയാണ് എന്ന അക്ഷരം കൊണ്ട്. ഇപ്രകാരം പാപങ്ങളെ ഇല്ലാതാക്കുകയും പിന്നീട് പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന വിധത്തില് ഒരാളെ പാപരഹിതനാക്കുന്ന വിശിഷ്ട മന്ത്രമാണ് രാമമന്ത്രം. രാമനാമ താരകം എന്ന് പ്രസിദ്ധമാണ്. രാമനാമം താരക മന്ത്രമാണ്. തരണം ചെയ്യിക്കുന്നതിനെയാണ് താരകം എന്ന് പറയുക. തരണം ചെയ്യിക്കുക എന്നാൽ മറുകര കടക്കുക. ജീവിതസാഗരത്തിന്റെ, ഭവസാഗരത്തിന്റെ, സംസാര സാഗരത്തിന്റെ മറുകര കടത്താൻ ഒരാളെ പ്രാപ്തനാക്കുന്ന വിശിഷ്ട മന്ത്രമാകയാൽ രാമമന്ത്രം രാമനാമ താരക മന്ത്രം എന്ന് അറിയപ്പെടുന്നു. രാമനാമത്തിന്റെ ആവർത്തിച്ചുള്ള ഉച്ചാരണത്താൽ, നാമജപത്താൽ അതിവിശിഷ്ടമായ അനുഭവ തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ മനുഷ്യന് സാധിക്കുന്നു. വാസ്തവത്തില് രാമായണ പാരായണം ചെയ്യുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. രാമായണ പാരായണത്തില് രാമായണത്തിന്റെ മന്ത്രമധുരമായ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രാമ 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 എന്നീ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരികയും നമ്മൾ അറിയാതെ തന്നെ രാമനാമത്തിന്റെ ആവർത്തിച്ചുള്ള ജപം സാധ്യമാക്കുകയും ചെയ്യുന്നു. രാമനാമത്തിന്റെ മന്ത്രവൈശിഷ്ട്യം നമ്മളെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. ഹരേ രാമ.